ജയിക്കുന്ന പക്ഷം ഞങ്ങൾ BJP-യിൽ പോകുന്നതല്ല. ഓരോരുത്തരായിട്ട് പ്രതിജ്ഞ എടുത്തു. 4 പ്രതിജ്ഞ എടുത്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 11 ആൾ ജയിച്ചു. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ എന്താ വായിച്ചത്? ആ 11 ആളിൽ 8 ആളും കൂടി പോയി BJP-യിൽ ചേർന്നു. അതിന്റെ മുന്നിൽ നിന്നു പ്രതിജ്ഞ എടുക്കാൻ വാചകം ചൊല്ലിക്കൊടുത്ത ദിഗംബർ കാമത്തിനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളല്ല ഈ നാട്ടിൽ മുഴുവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്? അപ്പൊ കാമത്ത് പറഞ്ഞു, ചൊല്ലിയതൊക്കെ ഞാൻ തന്നെയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, എന്ത് BJP-യിൽ പോയിക്കോട്ടെ, ദൈവം പറഞ്ഞു പോയിക്കോന്ന്. അപ്പൊ ഞാൻ പോകുന്നതാണ്. ഇതാണ് കോൺഗ്രസ്. ഇങ്ങനെ ദുർബലമായി ശിഥിലമായി കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്. കൗമുദിയുടെ ഈ വാർത്ത ഞാൻ എന്റേതായിട്ടൊന്നും ചേർക്കുന്നില്ല. കൗമുദിയുടെ വാർത്തയുടെ തലക്കെട്ടിൽ മാത്രമുള്ളൊരു വിഷയം എന്താണ്? കരിമ്പൂച്ചകൾ, അംഗരക്ഷകർ, അവരെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അദ്ദേഹത്തിനൊന്ന് ടോയ്ലറ്റിൽ പോകണം. അതിപ്പോ നമുക്കൊക്കെ വരും, ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം തോന്നി എന്താണ്, അടുത്ത് കാണുന്നൊരു വീട്ടിൽ സൗകര്യം, അവിടെ പോകും, അതിലൊരു പ്രശ്നമില്ല. പക്ഷെ കരിമ്പൂച്ചകൾ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, കക്കൂസ് ഉണ്ടോ? എന്താ ആ ചോദ്യത്തിന്റെ അർത്ഥം? നമ്മുടെ രാഹുൽ ഗാന്ധി മുമ്പ് പ്രതിനിധാനം ചെയ്ത അമേഠിയിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ, അച്ഛന്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, ഉത്തരേന്ത്യയിലാകെ ഒരു 100 വീട്ടിൽ ചോദിച്ചാലാണ് ഒരു വീട്, കക്കൂസുള്ള വീട്. മനസ്സിലായോ? അപ്പൊ ഈ അനുഭവമായിട്ടാണ് കരിമ്പൂച്ച വന്നിട്ടുള്ളത് കേരളത്തില്. അപ്പൊ രാഹുൽ പറഞ്ഞിട്ടുണ്ടാവും, അല്ല ഒന്ന് ടോയ്ലറ്റിൽ പോയ തിരക്കടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനിടയിൽ സെൽഫി എടുക്കാൻ പോയെന്നാണ് പറഞ്ഞത്. അപ്പോ അത് പറഞ്ഞപ്പോ കരിമ്പൂച്ചകൾ അപ്പൊ അന്വേഷണം തുടങ്ങാണ്. വീട്ടിൽ കയറി ചോദിക്കാണ്, കക്കൂസ് ഉണ്ടോ? അപ്പൊ ഉണ്ട്. അപ്പൊ കരിമ്പൂച്ചകൾക്ക് സന്തോഷം, ആദ്യത്തെ വീട്ടിൽ തന്നെ കക്കൂസ് ഉണ്ട്. ഇവന്റെ വിചാരം ഇത് ലോട്ടറി എടുത്ത പോലെ യാദൃച്ഛികമായി ഉണ്ടായതാണ്. കേരളം സമ്പൂർണ്ണ വെളിയിട വിസർജന വിമുക്ത സംസ്ഥാനമായി ആദരിക്കപ്പെട്ട സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ഏത് സാഹചര്യം നിലനിന്നാലും കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി 100% വീട്ടിലും ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു വീടും കേരളത്തിലില്ല. ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ നമ്മളൊരു പരിശോധന നടത്തി, കേരളത്തിൽ ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളുണ്ടോ? അപ്പൊ അപൂർവം ചില വീടുകൾ, വളരെ സാമ്പത്തിക പരാധീനതയുള്ള ചില പ്രയാസങ്ങളുള്ള സ്ഥലത്ത് അപൂർവം ചില വീടുകളിൽ ടോയ്ലറ്റ് ഇല്ല എന്ന് കണ്ടെത്തി. അവിടെ ടോയ്ലറ്റ് നിർമ്മിച്ചു കൊടുത്തു. ഇപ്പൊ 100% വീട്ടിലും ടോയ്ലറ്റ് ഉണ്ട്. ഇവർ ഈ വിവരം മനസ്സിലാക്കിയിട്ടില്ല. ഇവരുടെ വിചാരം ഉത്തരേന്ത്യ പോലെയാണെന്നാണ്. ഗുജറാത്ത് പോലെ, UP പോലെ, രാജസ്ഥാൻ പോലെ, ബീഹാർ പോലെയൊക്കെയാണ് കേരളം എന്നാണ് ഇവർ ധരിച്ചിട്ടുള്ളത്. ഏതായാലും രാഹുൽ ഗാന്ധി വിഷമിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഒരു 100 ദിവസം ജാഥ നടത്തിയാലും എപ്പോ വേണം തോന്നിയാലും അപ്പ കാണുന്ന വീട്ടിൽ കയറാം, അവിടെ ടോയ്ലറ്റ് ഉണ്ട്. ആ വീട്ടുകാർ സ്വീകരിക്കും, അവര് ചായ തരും, അവിടെ ടോയ്ലറ്റ് ഉണ്ട്. എല്ലാം ഭംഗിയായി ജാഥ മുൻപോട്ട് പോകാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ തീനും കുടിയും ശൗചാലയത്തിൽ പോക്കും അല്ലാതെ രാജ്യം നേരിടുന്ന പ്രശ്നത്തെ കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ടോ? ഇവര് ഒരു പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ടോ? തൊഴിലില്ലായ്മയെ കുറിച്ച്, വിലക്കയറ്റത്തെ കുറിച്ച്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുന്നതിനെ കുറിച്ച്, ഇന്ത്യ പട്ടിണി സൂചികയിൽ അപമാനിക്കപ്പെട്ട് പുറകിലായി പോയതിനെ കുറിച്ച്. ഇതെന്റെ രാഷ്ട്രമല്ല എന്ന് പണ്ട് മിർസ ഗാലിബ് പാടുന്നുണ്ട്. അദ്ദേഹം പാടിയത് എന്റെ രാഷ്ട്രം പിറക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. ഇനിയും പിറക്കാത്ത രാഷ്ട്രത്തിന്റെ വാനമ്പാടിയാകുന്നു ഞാൻ എന്നാണ് അദ്ദേഹം പാടിയത്. മറ്റൊരു അർത്ഥത്തിലാണെന്ന് മാത്രം. ഇന്നത്തെ ഇന്ത്യയിൽ നിൽക്കുമ്പോഴും ഇതെന്റെ രാജ്യമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഏതൊരു ദേശസ്നേഹിയായ ഇന്ത്യക്കാരനാണ് കഴിയുക? ലോകരാജ്യങ്ങളുടെ പട്ടിണി സൂചികാ പട്ടികയിൽ ഏറ്റവും പുറകിൽ തലകുനിച്ചു നിൽക്കുന്നു എന്റെ രാജ്യമെന്ന് പറയാൻ ദേശാഭിമാനിയായ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു. എന്റെ രാഷ്ട്രം വിറ്റുതുലയ്ക്കപ്പെടുന്നു എന്ന് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ അഭിമാനത്തോടെ പറയാൻ കഴിയൂ? ഇന്ത്യ തൊഴിലില്ലാപ്പടയുടെ പട്ടിണി മരണങ്ങളുടെ അരാജകത്വത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒരു റിപ്പബ്ലിക്കായി മാറിയെന്ന് ആരെങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടും? അപ്പോ ദേശാഭിമാനം എന്ന് പറയുന്നത് ഈ വിറ്റുതുലയ്ക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന രാജ്യത്തെ കുറിച്ച് അഭിമാനിക്കലല്ല. ആത്മാഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കാൻ കഴിയും വിധം സമൃദ്ധിയുടെ, സമ്പൽ സമൃദ്ധിയുടെ, വികസനത്തിന്റെ, പുരോഗതിയുടെ, മെച്ചപ്പെട്ട ജീവിതാവസ്ഥകളുടെ റിപ്പബ്ലിക്കായി ഇന്ത്യ മാറണം. ആ രാജ്യത്തെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള സമരം നടത്താൻ ചരിത്രപരമായി തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു തീനും കുടിയും ബേക്കറി, ഹോട്ടല്, പബ്സ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടൊഴിഞ്ഞ നേതാക്കന്മാർ BJP-യിലേക്ക് പോവുകയാണ്. എല്ലാവരും പോവല്ലേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ? ചില TV ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ വന്നിട്ട് പറയുകയാണ്, കോടികൾ തന്നിട്ട് വാങ്ങിക്കൊണ്ടു പോവാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ. ഇത് ധാർമ്മികമാണോ? ഒരു ചോദിക്കുകയാണ്. ആ ചോദ്യം ശരിയാണ്. ധാർമ്മികമാണോ?
MLA-മാരെയും MP-മാരെയും വിലയ്ക്ക് വാങ്ങാൻ പാടുണ്ടോ? മനുഷ്യരെ പണം കൊടുത്തു വാങ്ങുന്ന ജനപ്രതിനിധികളെ പണം കൊടുത്തു വാങ്ങുന്ന അധാർമികതയുടെ പേരായി BJP മാറി. അതിൽ സംശയമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനാധിപത്യ മണ്ഡലത്തിൽ ആട്ടിയകറ്റേണ്ട അറപ്പുളവാക്കുന്ന പ്രസ്ഥാനമായി BJP മാറി. അതിൽ സംശയമില്ല. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, പണം കൊണ്ട് എന്തും നേടാമെന്ന് കരുതുന്ന ജനാധിപത്യത്തിന്റെയും അതുവഴി ജനങ്ങളുടെയും ശത്രുക്കളായി BJP മാറി. അത് സത്യം. എന്നാൽ ഇതിനൊരു മറുവശം ഉണ്ട്. എന്താണ്? നോട്ടുകെട്ടുകൾ കാണുമ്പോൾ സ്വയം വിൽക്കാൻ ഒരു മടിയുമില്ലാത്ത എരപ്പാളികളുടെ കൂട്ടമായി ദേശീയ തലത്തിൽ കോൺഗ്രസ് മാറി. ആത്മാഭിമാനമുള്ള ഒറ്റൊരുത്തരുണ്ട് കോൺഗ്രസ്. കാശ് കാണുമ്പോൾ കവിഴ്ന്നടിച്ച് വീഴുകയല്ലേ? CPIM-ന്റെ ഒരു പാർട്ടി അനുഭാവിയെ വിലക്ക് വാങ്ങാൻ എത്ര കോടി കൊടുത്താലും ഇവർക്ക് സാധിക്കുമോ? എന്താ സാധിക്കാത്തത്? നമുക്കുണ്ട്. ഒരുപാട് MLA-മാരില്ലെങ്കിലും ഒന്നും രണ്ടും പേരൊക്കെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. വിനോദ് നിക്കോളെ മഹാരാഷ്ട്രയിൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടൊരു MLA കോൺഗ്രസിന്റെ MLA-മാരെ റിസോർട്ടിൽ കൊണ്ടുപോയി പൂട്ടിടുകയാണ്. എന്നാൽ പൂട്ടാൻ ഒരു വാതിൽ പോലും ഇല്ലാത്ത കുടിലാണ് വിനോദ് താമസിക്കുന്നത്. ഒരുത്തരും പണവുമായി ആ വഴി വന്നിട്ടില്ല. അതെന്താണ്? അരിവാളും ചുറ്റികയും തിളങ്ങുന്ന ചുവന്ന പതാകയ്ക്ക് കീഴിൽ നിൽക്കുന്നവനെ വില കൊടുത്താൽ കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് രാഷ്ട്രീയത്തിന്റെ വ്യത്യാസം. ഇനി വില വാങ്ങിയിട്ട് മാത്രമാണോ കോൺഗ്രസ് നാളെ പോകുന്നത്? കാശ് വാങ്ങിയിട്ട് മാത്രമൊന്നും അല്ല പോകുന്നത്. അതൊരു ഭാഗം മാത്രമാണ്. ഇപ്പൊ ഗുലാം നബി ആസാദ് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. കോൺഗ്രസ് വിട്ടുപോയി. അദ്ദേഹം കാശ് വാങ്ങിയിട്ടാണോ പോയത്? അങ്ങനെ ആരും ആക്ഷേപിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. അദ്ദേഹം BJP-യിലും ചേർന്നിട്ടില്ല. ആ പാർട്ടിയുടെ ഡെമോക്രാറ്റിക് ആസാദ് പാർട്ടി, അതാണ്. അദ്ദേഹം പുതിയൊരു പാർട്ടി പ്രഖ്യാപിച്ചു. കപിൽ സിബൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന ആളല്ലേ, പാർലമെന്റിനകത്തും പുറത്തും. അദ്ദേഹം കാശ് വാങ്ങിയിട്ട് പോയി എന്നാരും പറഞ്ഞതായി കേട്ടിട്ടില്ല. അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലോ മറ്റോ ആണ് പോയി ചേർന്നിട്ടുള്ളത്. കമറുൽ ഇസ്ലാം ചൗധരി കഴിഞ്ഞ ദിവസം ആസാമിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർട്ടി വിട്ടുപോയി. അയാൾ കാശ് വാങ്ങിയതൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോ പണത്തോട് ആർത്തിയുള്ളവർ പണം വാങ്ങിയും, എന്നാൽ ആത്മാഭിമാനമുള്ളവർ ആത്മാഭിമാനം മുറുകെ പിടിച്ചും കോൺഗ്രസ് നിന്ന് പോവാണ്. കോൺഗ്രസിലാരും നിൽക്കുന്നില്ല. കോൺഗ്രസിന്റെ അടുത്ത പ്രസിഡന്റ് ആക്കാൻ വേണ്ടി പോയ ആള് ഇപ്പോ രാജസ്ഥാനില് BJP-ക്ക് പോകുന്നത് ഞാൻ പറയുന്നില്ല, പറയുന്നത് ശരിയല്ല. പക്ഷെ അവിടെ കോൺഗ്രസ് ഇല്ലാതാവുകയാണ്, ആ പാർട്ടി ഇല്ലാതാവുകയാണ്. ഗോവയിൽ എന്താണ് നമ്മൾ കണ്ടത്? 2017 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ BJP-ക്ക് 17 സീറ്റാണ്. ആകെ MLA-മാരുടെ എണ്ണം 40. BJP-ക്ക് ഭൂരിപക്ഷം ഇല്ല, 17 ഉള്ളൂ, 4 ആളുടെ കുറവ്. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അലങ്കരിക്കേണ്ട ചന്ദ്രകാന്ത് കവേൽക്കറുടെ നേതൃത്വത്തിൽ 12 ആള് പ്രകടനമായി പോയി ചേർന്നു BJP. അപ്പൊ ഭൂരിപക്ഷം കിട്ടി BJP-ക്ക് 2017. ഇക്കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോയി. അന്ന് 12 പേര് BJP-യിൽ പോയി ചേർന്നപ്പോ ചേരാതെ കോൺഗ്രസിൽ ഉറച്ചു നിന്ന ഒരാളുണ്ടായിരുന്നു, ദിഗംബർ കാമത്ത്. മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് കോൺഗ്രസ്. അപ്പൊ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഇത്തവണ നോമിനേഷൻ അങ്ങനെ വെറുതെ കൊടുത്താൽ പോലെ, കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രതിജ്ഞ എടുക്കണം. എന്താണ് പ്രതിജ്ഞ? ജയിച്ചാൽ BJP-യിൽ പോവില്ല. ആ പ്രതിജ്ഞയ്ക്ക് അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ജയിച്ചാൽ പോവില്ല പറഞ്ഞപ്പോ തോറ്റാ പോവാന്നാണ് അർത്ഥം. ജയിച്ചാൽ പോവില്ല, അതാണ് പ്രതിജ്ഞ. അത് വെറുതെ എടുത്താൽ പോരാ, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ എടുക്കണം. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് നിർത്തി ഇന്ത്യൻ ഭരണഘടന വെച്ച് അതിന്റെ മേലെ കൈവച്ച് പ്രതിജ്ഞ. ജയിക്കുന്ന പക്ഷം ഞങ്ങൾ BJP-യിൽ പോകുന്നതല്ല. ഓരോരുത്തരായിട്ട് പ്രതിജ്ഞ എടുത്തു. പ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ദിഗംബർ കാമത്ത് പറഞ്ഞു, പോരാ, ഇവരെല്ലാവരും ഒരു ബസ്സിൽ കയറ്റി പനാജിയിലെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. അവിടെ ശ്രീകോവിലിന്റെ മുൻപിൽ, വിഗ്രഹത്തിന്റെ മുൻപിൽ നിന്നിട്ട് പ്രതിജ്ഞ, ഞങ്ങൾ BJP-യിൽ ചേരില്ല. അത് കഴിഞ്ഞിട്ട് ദിഗംബർ കാമത്ത് പറഞ്ഞു, ഇനിയും പോരാ, അടുത്ത ബസ്സിൽ കയറ്റി കൊങ്കണിലെ ബാംബോലി ക്രോസിൽ കൊണ്ടുപോയി. അറിയപ്പെടുന്ന ക്രൈസ്തവ ദേവാലയം, അവിടുത്തെ ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് 3-ാം വട്ടം പ്രതിജ്ഞ. 1-ാം വട്ടം ഭരണഘടന തൊട്ടിട്ട്, 2-ാം വട്ടം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ, 3-ാമത്തത് ക്രൈസ്തവ ദേവാലയം. അത് കഴിഞ്ഞിട്ട് ബെറ്റിമിലെ അറിയപ്പെടുന്ന മുസ്ലിം ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് 4-ാമത്തെ പ്രതിജ്ഞ. 4 പ്രതിജ്ഞ എടുത്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 11 ആള് ജയിച്ചു. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ എന്താ വായിച്ചത്? ആ 11 ആളിൽ 8 ആളും കൂടി പോയി BJP-യിൽ ചേർന്നു. അതിന്റെ മുന്നിൽ നിന്നു പ്രതിജ്ഞ എടുക്കാൻ വാചകം ചൊല്ലിക്കൊടുത്ത ദിഗംബർ കാമത്ത്.
കാമത്തിനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളല്ലേ ഈ നാട്ടിൽ മുഴുവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്? അപ്പൊ കാമത്ത് പറഞ്ഞു, ചൊല്ലിയതൊക്കെ ഞാൻ തന്നെയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, എന്ത് BJP-യിൽ പോയിക്കോട്ടെ, ദൈവം പറഞ്ഞു പോയിക്കോന്ന്, അപ്പൊ ഞാൻ പോകുന്നു എന്നാണ്. ഇതാണ് കോൺഗ്രസ്. ഇങ്ങനെ ദുർബലമായി ശിഥിലമായി കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്. ഇതിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കോൺഗ്രസിൽ ഉറപ്പിച്ചു നിർത്താനോ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഇതിനിടയിലാണ് മേഘാലയയിൽ നിന്നൊരു പുതിയ വാർത്ത വരുന്നത്. ഇപ്പൊ കേരളത്തിൽ UDF ആണ് കോൺഗ്രസും ലീഗും ഒക്കെ ഉള്ള രാഷ്ട്രീയ സംവിധാനം. മേഘാലയയിൽ UDF ഇല്ല. അവിടെ കോൺഗ്രസ് അണിനിരന്നിട്ടുള്ള മുന്നണിയുടെ പേര് MDA എന്നാണ്. MDMA അല്ല, അത് വേറെ സാധനം. MDA, മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ്. ഇതാണ് മേഘാലയയിലെ കോൺഗ്രസ് മുന്നണിയുടെ പേര്. അതിൽ കോൺഗ്രസിനോടൊപ്പമുള്ള മറ്റൊരു പാർട്ടിയുടെ പേരെന്താണെന്ന് അറിയാം? പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. BJP എന്നാണ്, ഭാരതീയ ജനതാ പാർട്ടി. BJP-യും കോൺഗ്രസും ഒരേ മുന്നണിയിലെ രണ്ട് കക്ഷികൾ. താമരയും കൈപ്പത്തിയും ഒരുമിച്ച് പ്രകടനമായിട്ട് ഇങ്ങനെ വരികയാണ് മേഘാലയയിൽ നിന്ന്. ഇവിടെ RSSന്റെ ആചാര്യനായിരുന്ന വിചാരധാര എഴുതിയ, ഇന്ത്യ കണ്ട ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും മുമ്പനായ വർഗീയവാദികളിൽ ഒരാൾ, മാധവ സദാശിവ ഗോൾവൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അതിന്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി ഓച്ചാനിച്ചു നിന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, അതറിയാതെ ഒറ്റയ്ക്ക് ചെയ്തൊന്നുമല്ല. സംഗതി മേഘാലയയിൽ നിന്ന് പുതിയ സഖ്യം ആരംഭിച്ചു വരികയാണ്. ഒരു പ്രകടനമായി മേഘാലയയിൽ നിന്ന് വരികയാണ്. നാളെ സംഭവിക്കാതിരിക്കട്ടെ, അഥവാ നാളെ ഈ നരേന്ദ്രമോദി സർക്കാരിലെ ഒരു സഹമന്ത്രിയായി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്താലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നതാണ് ഇന്ത്യയിലെ ഇന്നത്തെ സ്ഥിതി. BJP-ക്കെതിരെ, RSSനെതിരെ, വർഗീയതക്കെതിരെ ഒരക്ഷരം ഉരിയാടാതെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും BJP-ക്ക് സംഭാവനയും കൊടുത്ത് അവരുമായി ചേർന്നൊരു മുന്നണിയും ഉണ്ടാക്കി, എന്നിട്ട് ഇവിടെ ജാഥ നടത്തി ഉണ്ടംപുരി നിന്ന് നടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്ത്, ഞങ്ങളിപ്പോ ഇന്ത്യയെ ശരിയാക്കി തരാം. ഈ രാജ്യം മതനിരപേക്ഷതയെ സംരക്ഷിച്ചു നിർത്തുന്ന വലിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്, വഹിക്കുകയും ചെയ്യും. പക്ഷേ അതെങ്ങനെയാണ് സാധിക്കുക? സീതാറാം യെച്ചൂരിയോട് കുറച്ചുനാൾ മുൻപ് ഒരു പത്രലേഖകൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ രാജ്യം BJP-യെ അതിജീവിക്കുക, എങ്ങനെയാണ് ഈ രാജ്യം മുന്നേറുക, ആരുടെ നേതൃത്വത്തിലാണ് BJP-യെ തോൽപ്പിക്കുക? അതിന് സീതാറാം യെച്ചൂരി പറഞ്ഞ മറുപടി, ഇന്ത്യയിലെ ജനങ്ങളുടെ നേതൃത്വത്തിലാണ് BJP-യെ പരാജയപ്പെടുത്തുക എന്നതാണ്. അതിന് കോൺഗ്രസിന് ആ സ്ഥാനം വഹിക്കാനാകുമെന്ന് ഇപ്പോഴത്തെ ഇന്ത്യയിൽ ആരും കരുതുന്നില്ല. BJP-ക്കെതിരായ ജനമുന്നേറ്റം ഉയർന്നു വരും. തമിഴ്നാട്ടിൽ ഒരൊറ്റ MP-യെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കിട്ടില്ല. കേരളത്തിന്റെ കാര്യം പറയണ്ട, ആന്ധ്രയിൽ കിട്ടില്ല, തെലങ്കാനയിൽ കിട്ടില്ല, ബംഗാളിൽ കിട്ടില്ല. ഇന്ത്യയിലെ എണ്ണപ്പെട്ട പല സംസ്ഥാനങ്ങളിലും ഒരൊറ്റ MP ഉണ്ടാവില്ല. ഓരോ സംസ്ഥാനത്തെയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവർ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, BJP-ക്കെതിരായ നിലപാടുള്ളവർ, ഇവരുടെ എല്ലാം നേതൃത്വത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാവും. ആ ദിശയിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ആ BJP വിരുദ്ധ മതനിരപേക്ഷ ജനാധിപത്യ ചേരിയോടൊപ്പം നിൽക്കാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടെങ്കിൽ കോൺഗ്രസ് നിന്നോട്ടെ. അതില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ ആ മുന്നേറ്റം ഇന്ത്യയിൽ യാഥാർത്ഥ്യമാവും. ഇന്ത്യൻ ജനാധിപത്യം അങ്ങനെ എളുപ്പത്തിൽ തോറ്റുപോവുകയൊന്നുമില്ല. 1977 അടിയന്തരാവസ്ഥാനന്തര തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥയുടെ മാതാവായ ഇന്ദിരാഗാന്ധി തോറ്റു, സഞ്ജയ് ഗാന്ധി തോറ്റു, കോൺഗ്രസേ തോറ്റു. കോൺഗ്രസ് അല്ലാത്തൊരു സംവിധാനം ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നു. അന്ന് സച്ചിദാനന്ദൻ ഒരു കവിത എഴുതി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു നൽകിയത് ആര് എന്ന് ചോദിച്ച്. അതിലെ കൃത്യമായ വരികളൊന്നും ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല. പക്ഷെ അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തത് ആര് എന്ന ചോദ്യത്തിന് അദ്ദേഹം അതിന്റെ വിശദീകരണമായി കവിതയിൽ പറയുന്നത്, അത് UP-യിലെ തോട്ടിപ്പണിക്കാരാണ്, ബീർഭൂമിലെ ആദിവാസികളാണ്, ആസാമിലെ ചണമിൽ തൊഴിലാളികളാണ്. ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർ, തോട്ടിപ്പണിക്കാരും ആദിവാസികളും കർഷക തൊഴിലാളികളും ദളിതരും പിന്നോക്കക്കാരും, ആ പാവപ്പെട്ട മനുഷ്യരാണ് ഇന്ത്യയുടെ ജനാധിപത്യം വീണ്ടെടുത്തത്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യം വീണ്ടെടുക്കും, BJP-യെ തോൽപ്പിക്കും. അതിന് ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം കരുത്തു പകരും. ആ രാഷ്ട്രീയത്തിന്റെ കൂടിക്കരുത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളും ജനാധിപത്യവാദികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരുമെല്ലാം ഇന്നത്തെ ഇന്ത്യയുടെ അതീവ
ദുഷ്കരമായ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ആ ജനകീയ മുന്നേറ്റത്തിൽ പങ്കുവഹിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.